ഒരുപാട് ആളുകൾ സംശയം ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്, ആ രേഖകൾ പരിശോധിക്കേണ്ട ആവശ്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ശരിക്കും ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നതും ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടതും ആ ഭൂമിയുടെ ആധാരവും മുന്നാധാരവുമാണ്. അപ്പോൾ എന്താണ് ആധാരം? ആധാരം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു വണ്ടിയുടെ RC ബുക്ക് അഥവാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എത്ര പ്രധാനപ്പെട്ടതാണോ അതേപോലെ തന്നെ ഭൂമിയുടെ ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ആധാരം എന്ന് പറയുന്നത്. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ആ വാഹനത്തിന്റെ RC ബുക്ക് പരിശോധിക്കുമല്ലോ. ആ RC ബുക്കിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ആ വാഹനത്തിന്റെ ഉടമയുടെ പേര്, അഡ്രസ്, എഞ്ചിൻ നമ്പർ, മോഡൽ തുടങ്ങിയ ടെക്നിക്കലോ അല്ലാത്തതോ ആയിട്ടുള്ള അനേകം വിവരങ്ങൾ അടങ്ങിയ ഒരു രേഖയാണ് RC ബുക്ക് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഒരു ആധാരത്തിലും ഉള്ളത്. ആധാരത്തിൽ സാധാരണ രണ്ട് കക്ഷികളുടെ വിവരങ്ങൾ ഉണ്ടാവും. വിൽക്കുന്നയാൾ ഒന്നാം കക്ഷിയും വാങ്ങിക്കുന്നയാൾ രണ്ടാം കക്ഷിയും. അപ്പോൾ ഒന്നാം കക്ഷിയുടെ വിവരങ്ങൾ, രണ്ടാം കക്ഷിയുടെ വിവരങ്ങൾ, ആ സ്ഥലത്തിന്റെ അതിരുകൾ, സർവേ നമ്പർ, റീസർവേ നമ്പർ, ബ്ലോക്ക്, താലൂക്ക്, ജില്ല തുടങ്ങിയ ആ സ്ഥലത്തിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു രേഖയാണ് ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മുന്നാധാരം എന്ന് പറയുന്നത്? നമ്മൾ ഒരു വ്യക്തിയിൽ നിന്നും ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരിൽ നിലവിൽ ഒരു ആധാരമുണ്ട്. അത് നമ്മുടെ പേരിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ പേരിൽ പുതിയതായി ഒരു ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പഴയ ഉടമയുടെ കയ്യിലുള്ള ആധാരമാണ് നമ്മുടെ സ്ഥലത്തിന്റെ മുന്നാധാരം എന്ന് പറയുന്നത്. ഈ സ്ഥലം എത്ര വ്യക്തികളിലൂടെ കൈമാറി വന്നതാണോ ആ വ്യക്തികളുടെ കയ്യിലെല്ലാം ഇതിന്റെ മുന്നാധാരം ഉണ്ടാവും. ആരുടെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരത്തിനെയാണ് മുന്നാധാരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്ഥലത്തിന് മുൻപ് എത്ര ഉടമകളുണ്ടോ അത്രയും മുന്നാധാരവും ഉണ്ടാവും. നമ്മൾ ഈ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ പുതിയതായി ഒരു ആധാരം വരികയും നമ്മുടെ കയ്യിലിരിക്കുന്നത് മുന്നാധാരമായി മാറുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും ആധാരം എന്ന് പറയുന്നത്. മുന്നാധാരം അല്ലെങ്കിൽ കീഴാധാരം, അടിയാധാരം എന്നൊക്കെ പറയുന്നതും. ഇനി നമുക്ക് ഈ ആധാരത്തിലും മുന്നാധാരത്തിലും എന്താണ് പരിശോധിക്കേണ്ടത് എന്ന് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ആധാരത്തിലും മുന്നാധാരത്തിലും പരിശോധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത്, ഈ ആധാരത്തിലോ മുന്നാധാരത്തിലോ എന്തെങ്കിലും ന്യൂനതകളോ പിഴവുകളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഉദാഹരണത്തിന് സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, ബ്ലോക്ക് നമ്പർ ഇതേപോലെയുള്ള എന്തെങ്കിലും നമ്പർ തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതേപോലെ ആളുകളുടെ പേരുകളെ സംബന്ധിച്ച് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ഒരാളെ നാട്ടിൽ അറിയപ്പെടുന്നത് ഒരു പേരിലും ഒഫീഷ്യൽ നെയിം മറ്റൊന്നുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആധാരത്തിൽ നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് പിന്നീട് പല സങ്കീർണതകളും ഉണ്ടാക്കിയേക്കാം. ഇത് പഴയ ആധാരത്തിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതേപോലെ ആധാരത്തിൽ പരാമർശിച്ചിരിക്കുന്ന മുന്നാധാരത്തിന്റെ നമ്പർ തെറ്റിപ്പോവുക, രജിസ്റ്റർ ചെയ്ത വർഷം തെറ്റിപ്പോവുക, അതേപോലെ വോളിയം തെറ്റുക, പേജ് നമ്പർ തെറ്റുക തുടങ്ങിയ നിരവധി തെറ്റുകൾ ആധാരത്തിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ തെറ്റ് തീർത്ത ആധാരം, പിഴവ് തീർത്ത ആധാരം എന്നൊരു സേവനം നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. ആധാരത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധ്യമാണ്. എന്നിരുന്നാലും മറ്റൊരാൾ ആധാരത്തിൽ വരുത്തിയ തെറ്റുകൾ നമ്മൾ എന്തിനാണ് ആ സ്ഥലം വാങ്ങിക്കുന്നതിലൂടെ എടുത്ത് തലയിൽ വെക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തെറ്റുകൾ ആധാരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയതിനു ശേഷം മാത്രമേ ആ സ്ഥലം വാങ്ങിക്കുന്നതിനുള്ള ഡീലുമായി മുന്നോട്ട് പോകാവൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ആധാരത്തിലോ മുന്നാധാരത്തിലോ ഇത്തരം പിഴവുകളോ ന്യൂനതകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമായി തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള അനേകം തെറ്റുകൾ നിരന്തരമായി സംഭവിക്കുന്നത് പതിവാണ്. അപ്പോൾ ഇനി നമ്മൾ പരിശോധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ആധാരത്തിന് പിൻബലമേകുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ പൂർണ്ണതയും ഒതന്റിസിറ്റിയുമാണ്. ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരാൾ ഒരു വിൽപത്രം എഴുതി വെച്ചതിന് ശേഷം മരണപ്പെടുന്നു. അപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ അവകാശികളിൽ നിന്നാണ് നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നത് എങ്കിൽ അപ്പോൾ ഈ ആധാരം മാത്രം വെച്ചാൽ പൂർണ്ണമാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എന്തൊക്കെ വേണം? ഈ മരിച്ച വ്യക്തി എഴുതി വെച്ച വിൽപത്രം, അദ്ദേഹത്തിന്റെ പേരിലുള്ള ആധാരം, അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ്, അതേപോലെ ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശികളെ തെളിയിക്കുന്ന ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ആധാരത്തോടൊപ്പം ചേർത്ത് വെച്ചാലേ ആ ആധാരം പൂർണ്ണമാവുകയുള്ളൂ.
അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. അതേപോലെ മറ്റു സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഒഴിമുറി, 1 and same സർട്ടിഫിക്കറ്റ്, അതേപോലെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിജ്ഞാപനം, അതേപോലെ തന്നെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചില സന്ദർഭങ്ങളിൽ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ആധാരത്തിന്റെ ഒപ്പം ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചേർത്ത് വെച്ചാൽ മാത്രമേ ആധാരം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമതായി സ്ഥലം വാങ്ങിക്കുമ്പോൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ പൂർണ്ണതയും ഒതന്റിസിറ്റിയുമാണ്. ഇനി നമ്മൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയാം. നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലത്തിന്റെ ആധാരത്തിൽ എന്തെങ്കിലും തെറ്റുതിരുത്തലുകളോ അതായത് കൃത്രിമങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും ചില ആളുകൾ ആധാരത്തിൽ ചില നമ്പറുകളോ വാക്കുകളോ ഒക്കെ തിരുത്തുന്നതായി ചില സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന വഴിയുടെ നീളം 2 ആണെങ്കിൽ അതിന്റെ കൂടെ മറ്റൊരക്കം എഴുതി ചേർക്കുക, അല്ലെങ്കിൽ 5 എന്നുള്ളത് 6 ആക്കി മാറ്റുക, 9 എന്നുള്ളത് 8 ആക്കി മാറ്റുക തുടങ്ങിയ തിരുത്തലുകൾ ചില സന്ദർഭങ്ങളിൽ ആധാരത്തിൽ സാധ്യമാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആധാരത്തിൽ ഇത്തരം തിരുത്തലുകളോ കൃത്രിമങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് വിശദമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ പ്രധാനമായും പരിശോധിക്കുക. അതായത് ആധാരത്തിലോ മുന്നാധാരത്തിലോ എന്തെങ്കിലും പിഴവുകളോ ന്യൂനതകളോ ഉണ്ടായിട്ടുണ്ടോ, അതേപോലെ ഇതിനാവശ്യമായ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെയുണ്ടോ, മാത്രമല്ല എന്തെങ്കിലും തെറ്റുതിരുത്തലുകളോ കൃത്രിമങ്ങളോ ഈ ആധാരത്തിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രധാനമായും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 3 കാര്യങ്ങളാണ് സ്ഥലം വാങ്ങിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ആധാരത്തിലും മുന്നാധാരത്തിലും പരിശോധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് മുൻപായി ആ സ്ഥലത്തിന്റെ ആധാരവും മുന്നാധാരവും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും എല്ലാം തന്നെ വളരെ വ്യക്തമായി പരിശോധിക്കുക. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല എങ്കിൽ ഒരു അഭിഭാഷകനുമായോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളുമായോ കൂടിക്കാഴ്ച നടത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. 20ഓളം തരം ആധാരങ്ങൾ നിലവിലുണ്ട്. കാഴ്ചയിൽ ആധാരങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിലും അത് കൈമാറിയ രീതി അനുസരിച്ച് അതിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവും. തീരാധാരമുണ്ട്, ഇഷ്ടദാനമുണ്ട്, ഭാഗ ഉടമ്പടിയുണ്ട്. അങ്ങനെ ഏത് രീതിയിലാണോ ഇത് കൈമാറി വരുന്നത് അതിനനുസരിച്ച് ആധാരത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വരും. ഇനി നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ ഉടമയ്ക്ക് ആ സ്ഥലം കൈമാറി കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ ആ സ്ഥലത്തിന് ഒരു പട്ടയം ഉണ്ടാവും. അതായത് ഈ ഭൂമി കൈമാറിയ രീതി അനുസരിച്ച് ആധാരത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ എണ്ണത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ ആധാരം പരിശോധിക്കുക, ഒറിജിനൽ ആധാരം തന്നെ പരിശോധിക്കുക, അതേപോലെ മുന്നാധാരം പരിശോധിക്കുക, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ആ ഡീലുമായി മുന്നോട്ട് പോകാവൂ. അപ്പോൾ ഇത്രയും കേട്ടതിലൂടെ ഒരു സ്ഥലത്തിന്റെ ആധാരവും മുന്നാധാരവും വളരെ വ്യക്തമായ പരിശോധന അർഹിക്കുന്ന 2 പ്രധാനപ്പെട്ട രേഖകളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളാണ് ഏറ്റവും പുതിയതായി കരമടച്ച റെസിപ്റ്റ്, അതേപോലെ തന്നെ ROR-ഉം. ഈ 2 രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ വാങ്ങിയ സ്ഥലം അദ്ദേഹത്തിന്റെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് കരമടയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് ഇദ്ദേഹത്തിന്റെ സ്ഥലമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നികുതി സ്വീകരിക്കുന്നുണ്ടോ എന്നും പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം നികുതി സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് സൂചന. അപ്പോൾ ലാൻഡ് ടാക്സ് റെസിപ്റ്റും ROR-ഉം വ്യക്തമായി തന്നെ എല്ലാവരും പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് മുൻപായി ആ സ്ഥലത്തിന്റെ ഒറിജിനൽ ആധാരവും മുന്നാധാരവും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ലാൻഡ് ടാക്സ് റെസിപ്റ്റും അതേപോലെ തന്നെ ROR-ഉം വ്യക്തമായി തന്നെ പരിശോധിച്ചതിന് ശേഷം അതിലൊരു കൃത്രിമങ്ങളോ പിഴവുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഒരു സ്ഥലം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.